15-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നിന്ന് മാറ്റിയൊടിക്കപ്പെട്ട മുസ്ലിങ്ങളും യഹൂദരുമായിരുന്നു ഈ നഗരത്തിലെ ആദ്യകാല താമസക്കാർ. ചരിത്രത്തിൽ റീകോൺകിസ്റ്റ എന്നറിയപ്പെട്ട ക്രൈസ്തവ രാജാക്കന്മാരുടെ ഭാഗത്തു നിന്നും നൂറ്റാണ്ടുകൾ നേരിട്ട മതപീഡനങ്ങൾക്കൊടുവിലാണ് ചെഫ്ചോവാനിലേക്ക് അവർ കുടിയേറിയത്. 1930-ലാണ് യഹൂദമതത്തിൽ വിശുദ്ധമായി കണക്കാക്കുന്ന നീലനിറം നഗരത്തിന്റെ അടയാളമായി മാറുന്നത്. ഇസ്രയേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടതോടെ ചെഫ്ചോവാനിലെ ജൂതമത വിശ്വാസികളും വടക്കൻ ആഫ്രിക്കയിലെ മറ്റു യഹൂദരെ പോലെ പുതിയ ദേശത്തേക്ക് ചേക്കേറാൻ തുടങ്ങി. മൊറോക്കോ ഉൾപ്പെടെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ യഹൂദർക്കെതിരെ പ്രത്യേകിച്ച് ശത്രുതയുടെ സാഹചര്യങ്ങൾ രൂപപ്പെട്ടതുകൊണ്ടായിരുന്നില്ല ഈ കുടിയേറ്റം. കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ച് ഒഴിഞ്ഞുപോയ നല്ല അയൽക്കാരായിരുന്നു ചെഫ്ചോവാനിലെ യഹൂദർ. അതുവരെ ചുവരുകൾക്ക് വെള്ളയും വാതിലുകൾക്ക് പച്ചനിറവും ഉണ്ടായിരുന്ന നഗരത്തിൽ 1930-കളിൽ പുറപ്പെട്ടു പോകുന്നതിന് തൊട്ടു മുമ്പെയാണ് യഹൂദർ നീലനിറം പൂശാൻ തുടങ്ങിയത്. അവർ നാടുവിട്ടു പോയതിനു ശേഷവും നഗരം ഈ വർണ്ണത്തെ മായ്ച്ചു കളഞ്ഞില്ല. കാലക്രമേണ അത് നഗരത്തിന്റെ മൊത്തത്തിലുള്ള അടയാളമായി മാറുകയും ചെയ്തു. ചെഫ്ചോവാൻ നിവാസികളുടെ ഈ നല്ല മനസ്സിന് കാലക്രമേണ യുനെസ്കോയുടെ പ്രശംസ ലഭിക്കുകയും നഗരത്തിലേക്കുള്ള വിനോദസഞ്ചാരത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി അത് മാറുകയും ചെയ്തു. ഈ എപ്പിസോഡ് പൂർണ്ണമായും കാണുന്നതിന് ജേർണിസ്റ്റിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ.